ഇറാൻ യുദ്ധത്തിൽ 9,000-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് 15,000 കടന്നിട്ടുണ്ടാകും. എന്നാൽ ഇറാൻ തളരുന്നില്ല എന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും തലവേദനയാണ്. അമേരിക്കയുടെ തലവേദന കൂട്ടുന്നത് മറ്റൊരു കാര്യമാണ്. അമേരിക്കയുടെ ആയുധങ്ങൾ തീരുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റഷ്യയുമായി വർഷങ്ങളായി യുദ്ധത്തിലുള്ള ഉക്രൈന് നൽകാനിരുന്ന ആയുധങ്ങളും ഇറാൻ യുദ്ധത്തിൽ ഉപയോഗിക്കുമെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ഇറാനെതിരായ ആക്രമണം അമേരിക്കൻ ആയുധശേഖരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കോപ്പുകൾ തീരാൻ കാരണമാകുന്നുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേട്രിയറ്റ്, താഡ് എന്നീ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ആ ആയുധങ്ങൾ. നാറ്റോയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പദ്ധതി പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങൾ പണം നൽകി ഉക്രൈനായി ഓർഡർ ചെയ്ത ആയുധങ്ങളാണ് ഇവ. അത് സംബന്ധിച്ച് ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് സൂചന. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച് 3 ദിവസത്തിനുള്ളിൽ തന്നെ 800-ലധികം പേട്രിയറ്റ് മിസൈലുകൾ പ്രയോഗിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കി പറയുന്നു. ഇത് റഷ്യയുമായുള്ള 4 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഉക്രൈൻ ആകെ കൈവശം വെച്ചിരുന്ന ശേഖരത്തേക്കാൾ കൂടുതലാണ്. യുദ്ധത്തിന്റെ ആദ്യ 2 ആഴ്ചക്കുള്ളിൽ തന്നെ അമേരിക്ക $12 ബില്യൺ ചെലവാക്കി. പ്രതിദിനം $2 ബില്യൺ യുദ്ധച്ചെലവ് എന്നാണ് കണക്കാക്കുന്നത്. ആയുധശേഖരം പുതുക്കാൻ $200 ബില്യൺ അധിക ബജറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയ്ക്ക് പുറമെ ആയുധങ്ങളുടെ ഉൽപാദനക്കുറവും വലിയ പ്രതിസന്ധിയാണ്. ലോക്ഹീഡ് മാർട്ടിൻ പ്രതിവർഷം 600 PSC-3 ഇന്റർസെപ്റ്ററുകൾ മാത്രമാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് നിലവിലെ ആവശ്യത്തിന് പോരാതെ വരുന്നു. ഇറാന്റെ ആക്രമണത്തിൽ ജോർദാനിലെ മുവാഫാഖ് സാൾട്ടി എയർബേസിലെ റഡാർ തകർക്കപ്പെട്ടത് താഡ് സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. $300 മില്യൺ വിലമതിക്കുന്നതാണ് ഈ സംവിധാനം. ഉക്രൈൻ കുറഞ്ഞ ചെലവിൽ ഇറാനിയൻ ഡ്രോണുകളെ തകർക്കാൻ ശേഷിയുള്ള ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. കുറഞ്ഞ വിലയുള്ള ഡ്രോണുകളെ വലിയ ചെലവുള്ള ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള പേട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് വെടിവെച്ചിടുന്നത് ലാഭകരമല്ല. അതിനാൽ ഉക്രൈന്റെ ഈ സാങ്കേതിക വിദ്യ US-ഉം അറബ് രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങൾക്ക് ആവശ്യമുള്ള പേട്രിയറ്റ് മിസൈലുകൾ നൽകിയാൽ പകരം ഡ്രോണുകളെ നേരിടാനുള്ള ഈ സംവിധാനങ്ങൾ നൽകാമെന്നാണ് സെലൻസ്കി പറയുന്നത്. ആയുധങ്ങൾ മാത്രമല്ല, അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ പലതും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. ഇതുമൂലം സൈനികരെ ഹോട്ടലുകൾ, ഓഫീസ് സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ താൽക്കാലിക സൗകര്യങ്ങളിലേക്ക് മാറ്റുകയാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ മാറ്റം ഫലത്തിൽ അമേരിക്കൻ സൈനിക വിഭാഗങ്ങളെ വിദൂരതയിലിരുന്ന് നടത്തുന്ന യുദ്ധത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് എന്ന് ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ പലതും തകർന്ന തരിപ്പണമായി. ഇറാനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കുവൈത്തി താവളങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. കുവൈത്തിലെ പോർട്ട് ഷുവൈബ, അലി അൽ സലേം എയർബേസ്, ക്യാമ്പ് ബ്യൂറിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇറാനിയൻ ആക്രമണങ്ങളിൽ തകർന്നു. പ്രവർത്തന കേന്ദ്രങ്ങൾ, വിമാനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ധന സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകളുണ്ട്. ഈ ആക്രമണങ്ങൾ സൈനിക വിന്യാസത്തെ തടസ്സപ്പെടുത്തുന്നു. മാത്രമല്ല, സൈനികരുടെ സുരക്ഷയെക്കുറിച്ചും ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളുടെ ദീർഘകാല നിലനിൽപ്പിനെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാന്റെ മറുപടി ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേലിലേക്കുമാണ്. ഇറാൻ മേഖലയിലുടനീളം താവളങ്ങൾ, എംബസികൾ, ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ലക്ഷ്യമിടുന്നുണ്ട്. ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ ബന്ധങ്ങളുള്ള സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും ഈ ആക്രമണങ്ങളിൽ ഉൾപ്പെടുന്നു. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ പ്രാദേശിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലുണ്ടായ ആക്രമണത്തിൽ ഒരു പ്രധാന മുന്നറിയിപ്പ് റഡാർ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ബഹ്റൈനിൽ US-50 ഫ്ലീറ്റ് ആസ്ഥാനത്തെ ആശയവിനിമയ ഉപകരണങ്ങളെയും ഇറാൻ നശിപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾക്കും ആശയവിനിമയ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ സൈനികരെ നിയോഗിച്ചിട്ടുള്ള താവളങ്ങളിൽ നിന്ന് അവരെ മാറ്റുന്നത് ചെലവ് കൂടുന്ന തീരുമാനമാണ് എന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. താൽക്കാലിക വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഏകോപനം കുറയ്ക്കും. സൈനിക പ്രതികരണ സമയം മന്ദഗതിയിലാക്കും. നിർണായക ഉപകരണങ്ങളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് പ്രതികൂലമായി ഭവിക്കുമ്പോൾ മറ്റൊരു ആശങ്കയും അവർക്ക് മുന്നിൽ ഉയർന്നു വരികയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപ്രധാന സൈനിക സഹകരണം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്നത്. ഡ്രോണുകൾ, മരുന്നുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വലിയൊരു കൈമാറ്റം പൂർത്തിയാക്കാൻ റഷ്യ ഒരുങ്ങുന്നതായി
പാശ്ചാത്യ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ നടന്ന ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഡ്രോൺ കൈമാറ്റത്തെക്കുറിച്ചുള്ള രഹസ്യ ചർച്ചകൾ ആരംഭിച്ചത്. ഈ മാസം ആദ്യം തുടങ്ങിയ ചരക്ക് നീക്കം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് കരുതപ്പെടുന്നു. അതേസമയം ഈ വാർത്തകൾ വ്യാജമാണ് എന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത്. ഇറാനി നേതൃത്വവുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് ശരിയാണ് എങ്കിലും മരുന്നുകൾ ഉൾപ്പെടെയുള്ള മാനുഷിക പരിഗണനയിലുള്ള സഹായങ്ങൾക്കാണ് റഷ്യ മുൻഗണന നൽകുന്നത് എന്ന് ക്രെംലിൻ വക്താവ് വ്യക്തമാക്കി. ഏകദേശം 13 ടൺ മരുന്നുകൾ ഇതിനോടകം തന്നെ അസർബൈജാൻ വഴി ഇറാനിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആയുധങ്ങൾ കൈമാറുന്നതിനൊപ്പം തന്നെ ഇറാനുമായുള്ള ഇന്റലിജൻസ് സഹകരണവും റഷ്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ, ടാർഗറ്റിംഗ് ഡാറ്റ, വിപുലമായ ഇന്റലിജൻസ് പിന്തുണ എന്നിവ റഷ്യ ഇതിനോടകം തന്നെ ഇറാന് നൽകി കഴിഞ്ഞു. ഇറാന്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യം സ്ഥിരപ്പെടുത്താനും റഷ്യയുടെ ഈ പിന്തുണ സഹായിക്കുമെന്ന് മുതിർന്ന പാശ്ചാത്യ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ഡ്രോണുകളുടെ ഉൽപ്പാദനത്തിലും റഷ്യ വലിയ സഹായമാണ് നൽകുന്നത്. ഇറാനിയൻ ഡിസൈനുകളെ അടിസ്ഥാനമാക്കി 2023 മുതൽ റഷ്യ സ്വന്തമായി ഡ്രോണുകൾ നിർമ്മിച്ചു വരികയായിരുന്നു. ഇറാനിലേതിനേക്കാൾ സാങ്കേതികമായി ഏറെ മുന്നിലുള്ള സംവിധാനങ്ങളാണ് റഷ്യ വികസിപ്പിച്ചിരിക്കുന്നത്. ഡ്രോണുകളുടെ എഞ്ചിനുകളിലും നാവിഗേഷൻ സംവിധാനങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയ റഷ്യ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രുക്കളുടെ സിഗ്നൽ ജാമിങ്ങുകളെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ പുതിയ ഡ്രോണുകൾക്കുണ്ട്. ജെറാൻ 2 പോലുള്ള അത്യാധുനിക റഷ്യൻ ഡ്രോണുകൾ സ്വന്തമാക്കി അവ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി പഠിക്കാനും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാനുമാണ് ഇറാൻ ശ്രമിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇത്തരം സാങ്കേതിക സഹായങ്ങൾക്കായി ഇറാൻ റഷ്യയെ സമീപിച്ചത്. ഡ്രോണുകൾക്ക് പുറമെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 500 ലോഞ്ച് യൂണിറ്റുകളും 2500 മിസൈലുകളും 3 വർഷത്തിനുള്ളിൽ കൈമാറാൻ ഇരു രാജ്യങ്ങളും നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ഏറ്റവും നൂതനമായ S-400 വ്യോമ പ്രതിരോധ സംവിധാനം നൽകണമെന്ന ഇറാന്റെ ആവശ്യം റഷ്യ തള്ളിയതാണ്. ഈ സംവിധാനം ഇറാന് നൽകിയാൽ അമേരിക്കയുമായി കൂടുതൽ ശത്രുതയ്ക്ക് കാരണമാകുന്നത് ഒഴിവാക്കാനാണ് S-400 ഇറാന് നൽകാതിരിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സൈനിക ഇടപാടുകൾ തടയാൻ ഇസ്രയേലും ശ്രമിക്കുന്നുണ്ട്. കാസ്പിയൻ കടൽ വഴി റഷ്യയെയും ഇറാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന വ്യാപാര പാത കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇറാനും റഷ്യയും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാറിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രതിരോധ കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കാനുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിനിടെ പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കി തന്ത്രപ്രധാനമായ ബാബ് അൽ മാൻഡേബ് കടലിടുക്ക് ഉപരോധിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും മറ്റ് സഖ്യകക്ഷികളും സൈനിക സമ്മർദ്ദം കൂടുതൽ കടുപ്പിച്ചാൽ ഈ കടലിടുക്കും ഹോർമൂസിലേതിനെ പോലെ അടച്ചിടുമെന്നാണ് ഭീഷണി. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ മുന്നിൽ കണ്ടാണ് ഇറാന്റെ ഈ മുന്നറിയിപ്പ്. ഇന്ത്യൻ മഹാസമുദ്രത്തെ ചെങ്കടലുമായും സൂയസ് കനാലുമായും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് ബാബ് അൽ മാൻഡേബ് കടലിടുക്ക്. ആഗോള സമുദ്രപാതയിലെ സുപ്രധാന മേഖലയാണ് ഈ കടലിടുക്ക്. ഇത് തടസ്സപ്പെട്ടാൽ സൂയസ് കനാൽ കടന്നുവരുന്ന കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാനാവാതെ കുടുങ്ങും. ആഗോളതലത്തിൽ സമുദ്രമാർഗമുള്ള ചരക്ക് കയറ്റുമതി, പ്രത്യേകിച്ച് അസംസ്കൃത എണ്ണ, ഇന്ധനം എന്നിവയ്ക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നാണ് ഇത്. മൊത്തം കടൽ മാർഗം വ്യാപാരം ചെയ്യുന്ന എണ്ണയുടെ 12%, LNG വ്യാപാരത്തിന്റെ 8% ബാബ് അൽ മന്ദേബ് വഴിയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും നിരവധി രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കും. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് സൂയസ് കനാൽ വഴി ചെങ്കടലിൽ പ്രവേശിക്കുന്ന കപ്പലുകൾ ഈ കടലിടുക്ക് കടന്നു വേണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കാൻ. US, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും വരുന്ന കപ്പലുകൾക്ക് സൂയസ് കനാൽ കടക്കണമെങ്കിൽ ബാബ് അൽ മന്ദാബ് വഴി കടന്നുപോയേ തീരൂ. ലോക വ്യാപാരത്തിന്റെ ഏകദേശം 10% മുതൽ 12% വരെ ഈ ചെറിയ കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എത്തിക്കുന്ന പ്രധാന പാത കൂടിയാണ് ഇത്. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഇതിലൂടെ കടന്നുപോകുന്നു. ഈ പാത തടസ്സപ്പെട്ടാൽ ആഗോള വിപണിയിലെ എണ്ണവില കുതിച്ചുയരും. യമനിലെ ഹൂതി വിമതരെ ഉപയോഗിച്ച് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും ഇറാൻ മടിച്ചേക്കില്ല. മുൻപും ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഗാസ യുദ്ധസമയത്ത് ഹൂതികൾ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയ്ക്ക് മുന്നിൽ പ്രശ്നങ്ങൾ കുന്നുകൂടുകയാണ്. കേവലം 3 രാജ്യങ്ങൾ ഉൾപ്പെട്ട യുദ്ധത്തിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് ലോകത്തെ മറ്റ് രാജ്യങ്ങൾ കൂടിയാണ്. ഇസ്രയേലിന്റെ വാക്കുകേട്ട് എടുത്തു ചാടിയത് വലിയ കുഴിയിലേക്കാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എത്ര വേഗം മനസ്സിലാകുന്നു, അത്രയും വേഗത്തിൽ ലോകത്തിന് സമാധാനവും ഊർജ്ജ ലഭ്യതയും ഉറപ്പാക്കാം.